റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ച നടപടി പ്രതിഷേധാർഹമെന്ന് കോൺഗ്രസ്. തോട്ടം മേഖലയിലെ ജനങ്ങൾ കൂലിപ്പണി ഉപേക്ഷിച്ചാണ് മസ്റ്ററിംഗിനായി എത്തുന്നത്. എന്നാൽ അവർ നിരാശരായി മടങ്ങേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പൊതുവിതരണ സംവിധാനത്തെ ആകെ തകർക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നതെന്നും സെർവർ തകരാർ പരിഹരിക്കുകയും റേഷൻ വിതരണം പുനരാരംഭിക്കുകയും ചെയ്യുന്നതിന് ഗവൺമെന്റ് സത്വര നടപടികൾ കൈക്കൊള്ളണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. ഹൈറേഞ്ചിലെ ഭൂരിഭാഗം തൊഴിലാളികളും മഞ്ഞ പിങ്ക് കാർഡുടമകളാണ്. അവരുടെ മസ്റ്ററിംഗ് ആണ് ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായി തീരുമാനിച്ചിരുന്നത്. സെർവർ തകരാറിന്റെ പേരിൽ മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും അവരുടെ തൊഴിൽ ഉപേക്ഷിച്ചിട്ടാണ് റേഷൻ കടകളുടെ മുന്നിൽ ക്യൂ പോയി നിൽക്കുന്നത്. ഈ സെർവർ തകരാറിന്റെ പേരിൽ മസ്റ്ററിംഗ് നിർത്തിവെച്ച ഈ നടപടി തികച്ചും പ്രതിഷേധാർഹമാണ്. പ്രത്യേകിച്ചും തോട്ടം മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് പൂർണ്ണമായും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. പക്ഷേ സെർവർ തകരാറിന്റെ പേരിൽ അത് ഇന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു നടപടി പൊതുവിതരണ ശൃംഖലയെ തന്നെ തകർക്കുന്നതാണ്. റേഷൻ സാധനങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാകാതെ വരുന്ന സാഹചര്യമുണ്ട്. എല്ലാ റേഷൻ കടകളും പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അടിയന്തരമായി ഗവൺമെന്റ് അതിനുവേണ്ടിയുള്ള അത് തുറന്ന് പ്രവർത്തിക്കുന്നതിനും ഈ സെർവർ തകരാറ് പരിഹരിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണം. ഇത് തോട്ടം മേഖലയിലെയും സാധാരണക്കാരായ റേഷൻ കടകളെ ആശ്രയിക്കുന്ന മുഴുവൻ ആളുകളെയും സാരമായി ബാധിക്കുന്ന ഏറെ ആഴത്തിൽ ആളുകളിൽ ഇത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനുള്ള സത്വര പരിഹാരം ഉടനടി തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്.